ഇന്ന് എനിക്ക് ബിരിയാണിക്ക് 2 ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പൊ രണ്ടും ബീഫ് ബിരിയാണിയാണ്. അപ്പൊ ഇതാ 2 ബീഫും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു വീട്ടിക്ക് 2 കിലോ ബിരിയാണിയും മറ്റേ വീട്ടിക്കും 2 കിലോ ബിരിയാണിയാണ് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട്. ബീഫൊക്കെ കഴുകി വെച്ചു. പിന്നെ ബിരിയാണി മസാല പൊടിച്ചത് തീർന്നിട്ടുണ്ടേനും. അപ്പൊ ഇതാ ബിരിയാണി മസാല പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റെസിപ്പി നമ്മളെ വീഡിയോയിൽ നമ്മളെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. ആവശ്യമുള്ളവർ നോക്കിയാൽ മതി. അങ്ങനെ ബിരിയാണി മസാലയൊക്കെ പൊടിച്ചെടുത്തു. പിന്നെ സവാളയൊക്കെ ബാബു കട്ട് ചെയ്ത് തന്നിട്ടുണ്ടേനും. അപ്പൊ ഇതാ അടുപ്പൊക്കെ കത്തിച്ച് ഒരടുപ്പിൽ ഞാൻ ബിരിയാണിക്കുള്ള മസാല ആയിട്ടോ റെഡിയാക്കുന്നത്. അപ്പൊ ആദ്യം സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. സവാളയും മണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ. പിന്നെ ആ ഒരു ഓയിലിലേക്ക് തന്നെ നമുക്ക് മസാലയ്ക്കുള്ള സവാള ഇട്ട് കൊടുത്തു. ഇത് 2 കിലോ ബിരിയാണിക്കുള്ളതാട്ടോ ഇവിടെ റെഡിയാക്കുന്നത്. പിന്നെ മറ്റേ ബിരിയാണിക്കുള്ളത് അപ്പുറത്തെ അടുപ്പിലും റെഡിയാക്കാന്ന് വിചാരിച്ചു. അപ്പൊ സവാളയൊക്കെ വഴന്നു വന്നപ്പോൾ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മസാലപ്പൊടികളും ഒക്കെ ചേർത്ത് കൊടുത്തു. ഇത് ബിരിയാണിക്കും അതേപോലെ ചിക്കൻ കറിക്കും ഒക്കെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ജീരകപ്പൊടിയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇതിന്റെ റെസിപ്പി നമ്മളെ ചാനലിൽ ഉണ്ടാവും. അങ്ങനെ ജീരകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ നാരങ്ങനീരും തൈരും ഒക്കെ ചേർത്ത് കൊടുത്തു. മല്ലിയിലും പുതിനയിലും ഒക്കെ കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ 2 ബീഫും കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു മസാല റെഡിയായി. ഇനി ഇവിടെ ഈ ഒരു ചെമ്പിലാട്ടോ മറ്റേ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കണത്. അപ്പൊ 2 ഓർഡർ ഒരു ദിവസം കിട്ടിയതുകൊണ്ട് 2 പാത്രം വേണം. അപ്പൊ ഇത് കുറച്ച് വലിയ പാത്രമാണ്, എന്നാലും കുഴപ്പമില്ല, അതിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ആ ബിരിയാണിക്കുള്ള മസാല ആ ഒരു ചെമ്പിലും റെഡിയാക്കി എടുത്തു. പിന്നെ ബിരിയാണി ഞാൻ അരി തിളപ്പിച്ചുട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ 2 അരിയും ഒരു പാത്രത്തിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം 2 കിലോന്റെ ചെമ്പുണ്ട്. അപ്പൊ ആ ഒരു ചെമ്പുക്ക് നമുക്ക് കറക്റ്റ് അളവിന് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ 2 പണിയല്ലേ, 2-3 പണിയൊക്കെ എടുക്കണം. അപ്പൊ ഒറ്റ ട്രിപ്പിൽ തന്നെ അരി വേവിച്ചെടുത്ത അത്രയും പണി ലാഭമായി കിട്ടുമല്ലോ. അപ്പൊ ഞാനിതാ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു. അരി കൈമ റൈസാണ് കേട്ടോ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഈ കൈമ റൈസ് ആകുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ഊറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ വേഗം വെന്ത് പൊടിഞ്ഞു പോകും. അപ്പൊ ഇപ്പച്ചി മക്കളൊക്കെ വീട്ടിലുണ്ടായതുകൊണ്ട് എല്ലാവരും ഉണ്ട് ഇത് ഊറ്റാനൊക്കെ കേട്ടോ. ഏറ്റവും വലിയ ടാസ്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതാണ്. ആ ഒരു പാകത്ത് വേവിന് ഊറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബിരിയാണി കൊളാവും. പിന്നെ നമ്മൾ പുറത്തേക്ക് കൊടുക്കും കൂടെ ആവുമ്പോൾ പറയും വേണ്ട. പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ഉഷാറാക്കിയിട്ടല്ലേ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. അങ്ങനെ എന്തായാലും നമ്മളെ ബിരിയാണിയൊക്കെ ദമ്മിലായിട്ടോ. 2 ബിരിയാണിയും ദമ്മിലായിട്ടുണ്ട്. ഒന്ന് നമ്മളെ വിറകടുപ്പത്തും വെച്ചു, ഒന്ന് നമ്മൾ ആ കല്ലുമ്മലും വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ദമ്മിലായിട്ട് പിന്നെ നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാണ് കേട്ടോ. അപ്പൊ ചിഞ്ചുമോള് മോമോസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനിന്ന് പാലപ്പത്തിന് മാവ് റെഡിയാക്കിന്. അപ്പൊ പാലപ്പാണ് കേട്ടോ ഒന്ന് ചുട്ടെടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുക്കാനായപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ളതുമായി.